ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ദോശ ഉണ്ടാക്കും അല്ലേ? നമുക്കിവിടെ ഒരു 10 വെറൈറ്റി ദോശ പരിചയപ്പെടാം. റെസിപ്പീസ് ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തേത് കാഞ്ചീപുരം ദോശയാണ്. അതിനായി നന്നായി ചൂടായ കല്ലിലേക്ക് ദോശമാവ് ഒഴിച്ച് മാക്സിമം വലുപ്പത്തിൽ അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കുക. മാവ് വെന്ത് വരുന്നതിന് മുമ്പേ തന്നെ ചെറുതായി അരിഞ്ഞ സവോള, തക്കാളി, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ചെറുതായി അരിഞ്ഞ പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചട്ടുകം കൊണ്ട് നന്നായി അമർത്തി കൊടുക്കണം. ദോശമാവ് വെന്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് അല്ലെങ്കിൽ എണ്ണ കൂടാതെ ഇഡലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇഡലിപ്പൊടി കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ ദോശയ്ക്ക് ഇത്രത്തോളം രുചി കിട്ടുന്നത്. അതുകൊണ്ട് ഇഡലിപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കണം. പൊടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാമേ. ആവശ്യമുള്ളവരെ ആ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഇനി ദോശ നന്നായി മൊരിഞ്ഞു വരണം. മറിച്ചിട്ട് വേവിക്കണമെന്ന് നിർബന്ധമില്ല, വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കാഞ്ചീപുരം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ മറക്കരുത്. രണ്ടാമത്തെ റെസിപ്പി കാഞ്ചീപുരം എഗ് ദോശ. അതിനായി ഒരു മുട്ട, ചെറുതായി അരിഞ്ഞ സവോള, തക്കാളി, പച്ചമുളക്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മല്ലിയില കൂടാതെ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോശമാവിൽ ഉപ്പുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ശേഷം ദോശ പരത്തി ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ദോശയുടെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ഇതുപോലെ പരത്തി കൊടുക്കണേ. എണ്ണയോ നെയ്യോ ആവശ്യമെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം. ദോശ കല്ലിൽ നിന്നും വിട്ടു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും കൂടി വെന്ത് വരട്ടെ. മുട്ട പകുതി വെന്ത് കഴിയുമ്പോഴേക്കും മറിച്ചിട്ടാൽ മതി. അപ്പോൾ തെറിച്ചൊന്നും പോകാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കാഞ്ചീപുരം എഗ് ദോശ റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തേത് ഒനിയൻ ഊത്തപ്പം. അതിനായി ചെറുതായി അരിഞ്ഞ സവോള, മല്ലിയില, ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുക. ശേഷം ദോശ പരത്തി, ഒരുപാട് വലുപ്പത്തിൽ പരത്തരുത്, ഈ ഒരു സൈസ് മതിയാവും. മാവിന്റെ മുകളിലോട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലയും ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുക്കുക. മാവ് പരത്തി ഉടനെ തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മാവിലോട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചും കൂടി ഇട്ട് വേവിച്ചെടുക്കുക. 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒനിയൻ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാലാമത്തേത് എഗ് ദോശ അഥവാ മുട്ട ദോശ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന എഗ് ദോശയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനായി നീട്ടത്തിൽ അരിഞ്ഞെടുത്ത സവോള, മുളകുപൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. ദോശ പരത്തി ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ദോശ ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മുട്ട ദോശയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കണം. മുട്ട വെന്ത് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നേരത്തെ തിരുമ്മി മാറ്റിവെച്ച സവോള ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശമിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ നാലാമത്തെ ദോശയായ മുട്ട ദോശയും റെഡി ആയിട്ടുണ്ട്. അഞ്ചാമത്തേത് പൊടി ഒനിയൻ ദോശ. ദോശമാവ് നല്ല വലുപ്പത്തിൽ പരത്തി അതിലേക്ക് പൊടിയായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക. ശേഷം ഇഡലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇഡലിപ്പൊടി ധാരാളം ചേർക്കുമ്പോഴാണ് ഈ ദോശ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. ഫില്ലിങ്സിന്റെ ഒന്നും തന്നെ അളവ് പറയാത്തത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നത് കൊണ്ടാണ്. ദോശ മൊരിഞ്ഞു വരുമ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണേ. ദോശ നന്നായി മൊരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അഞ്ചാമത്തെ റെസിപ്പിയായ പൊടി ഒനിയൻ ദോശ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ വിളമ്പാം. ഇനി നമ്പർ 6 ആണ് സോൾട്ട് ആൻഡ് പെപ്പർ ദോശ. ദോശ മാക്സിമം വലുപ്പത്തിൽ പരത്തുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ കാടമുട്ടകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ദോശയുടെ വലുപ്പം അനുസരിച്ച് വേണേ കാടമുട്ടകൾ എത്ര എണ്ണം വേണമെന്ന് തീരുമാനിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കണേ. കുരുമുളക് പൊടിയാണ് ഇതിന്റെ ടേസ്റ്റ് മേക്കർ. മറിച്ചിട്ട് വേവിക്കൊന്നും വേണ്ട.
ഈ സൈഡ് വെച്ച് തന്നെ ദോശ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. മുട്ട ഇങ്ങനെ ഹാഫ് ബോയിൽഡ് ആയിട്ട് തന്നെ എടുക്കണം. ദോശയും ആ മുട്ടയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വൺ തട്ടുകട മുട്ട ദോശ. 7th വൺ. അതിനായി ഒരു മുട്ട, അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള, തക്കാളി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ദോശ പരത്തി അതിലേക്ക് എഗ്ഗ് മുഴുവനായി ഒഴിച്ച് ദോശയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ട വേവുന്നതിന് മുമ്പേ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി വിതറി കൊടുക്കണേ. ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം പതിയെ മറിച്ചിടാം. ദോശ വെന്ത് വരുന്നതിന് മുമ്പേ തന്നെ മുട്ട ഒഴിക്കണം. അപ്പോൾ തെറിച്ചോ പൊട്ടിയോ ഒന്നും പോകാതെ തന്നെ ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് എടുക്കാൻ പറ്റും. മറുവശവും കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ തട്ടുകട മുട്ട ദോശ റെഡിയായി. അടുത്തത് ചട്നി ദോശ. 8th വൺ. തക്കാളി, ഉപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി, പുളി, ജീരകം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ചട്നി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ചെറിയ ജീരകമാണ് വേണ്ടത്. പുളി നമുക്ക് വളരെ കുറച്ചു മതി. തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാൻ. കൂടാതെ ഒരു 7-8 വറ്റൽ മുളക് കൂടി. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവാണ് അതിന്. സാധാ വറ്റൽമുളക് വേണമെങ്കിൽ എടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുളകെല്ലാം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. വളരെ കുറച്ച് മാത്രം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ മാക്സിമം കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി വളരെ കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു മാറ്റിവെച്ച കൂട്ടിട്ട് കൊടുക്കാം. ചട്നിയുടെ ജലാംശമൊക്കെ മുഴുവനായിട്ട് പോയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ചട്നി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കുറെ കൂടി ടേസ്റ്റ്. കുറച്ച് കറിവേപ്പിലയും ഉപ്പ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ. വെള്ളമൊക്കെ വറ്റി എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ദോശ പരത്തി അതിലേക്ക് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ദോശ ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചട്നി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യമനുസരിച്ച് ചട്നി അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് പാകമായി വരുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. ചട്നി നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്, അതുകൊണ്ട് ജസ്റ്റ് സെക്കൻഡ്സ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇങ്ങെടുത്താൽ മതി. ചട്നി ദോശയും റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയല, നല്ല ടേസ്റ്റ് ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വൺ ചട്നി എഗ് ദോശ. 9ാമത്തെ ദോശ. ദോശ പരത്തി നെയ്യ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ സെയിം ചട്നി തന്നെ ദോശയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിന്റെ മുകളിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കണം. ഒരു ദോശയ്ക്ക് ഒരു മുട്ട മതിയേ. ശേഷം മുട്ട ദോശയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് വേവിക്കുക. ചട്നി എഗ് ദോശയും റെഡി. ആൻഡ് ദി ലാസ്റ്റ് വൺ കൊറിയാൻഡർ ദോശ. ഒരു പിടി മല്ലിയില, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ദോശമാവിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അളവുകളും കൂട്ടണേ. ഈ കൂട്ട് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ നോക്കണം. കൂടിപ്പോയാൽ ദോശ ബാറ്ററിലും വെള്ളം കൂടുതലാവും. ഇൻ കേസ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മാവ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. സാധാരണ ദോശ ചുടും പോലെ കല്ലിലോട്ട് ഒഴിച്ച് വേണ്ടത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നെയ്യോ എണ്ണയോ തടവി 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കൊറിയാൻഡർ ദോശയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 10 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റീസും ആകാമല്ലേ. എല്ലാവരും സമയം പോലെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമെന്ന് പ്രതീക്ഷിക്കണു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.